സോ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഈ പവർ ടീമിൽ നിന്ന് പുറത്തായല്ലോ. കാരണം ലാലേട്ടൻ 2 വീക്ക് മസ്റ്റായിട്ട് നോമിനേഷനിൽ വരണമെന്നുള്ള പണിഷ്മെന്റ് കൊടുത്തപ്പോൾ പവർ ടീമിൽ നിന്നും പുറത്തായി. പകരം ഒരാളെ ചൂസ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു ടാസ്ക് വെച്ചു. ടാസ്ക് അനുസരിച്ച് എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നതെന്ന് കൃത്യമായി പറഞ്ഞു. ആ ഒരു ഒപ്പീനിയൻസ് അവർ ഷെയർ ചെയ്തു. ഏറ്റവും ഒടുവിൽ നിലവിലെ പവർ ടീം അംഗങ്ങൾ ചേർന്നുകൊണ്ട് ആ ഒരാളെ ചൂസ് ചെയ്യുക. അവിടെ പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരാളെ ചൂസ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ പൂജയും ശരണ്യയും ജാൻമണിയും മുടിയനും കൂടെ ചേർന്നുകൊണ്ട് തെരഞ്ഞെടുത്തത് ആരെന്ന് അറിയണ്ടേ? കുറേ പേര് ലൈവ് കണ്ടു കാണും. കാണാത്തവർക്ക് വേണ്ടി പറയാം, സിബിനെയാണ്. നമ്മുടെ DJ സിബിനെ. അതൊരു കിടില മൂവായിരുന്നു. കാരണം സിബിൻ അവിടെ കുറേ പ്ലാനിങ്ങൾ ഉണ്ടായിരുന്നു. പവർ ടീമിൽ വരാനുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്ന ആളല്ല. അതിനുവേണ്ടി ആദ്യം ഉഴപ്പിയപ്പോൾ ബിഗ് ബോസ് ഒരു വാണിംഗും കൊടുത്തു. വേറെ ഒന്നുമല്ല, ഇവിടെ മത്സരിച്ച് മുന്നോട്ട് കാരണം എന്നുള്ളവർക്ക് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാം. അപ്പോൾ ആരെങ്കിലും പങ്കെടുക്കാതെ മാറി നിന്നാൽ കുഴപ്പമുണ്ടോ എന്ന് സിബിൻ ചോദിച്ചു. ടാസ്ക് എന്ന് പറയുന്നത് അവർക്ക് നിശ്ചിത ബസർ ടൈം കൊടുത്തിരിക്കും. ആ ടൈമിനുള്ളിൽ അവരെന്തുകൊണ്ട് പവർ ടീമിൽ വരണമെന്നുള്ളത് അവർക്ക് ഓരോ ടീമിനും പറയാം. ടീമിനായിട്ടാണ് ടൈം കൊടുക്കുന്നത്. അപ്പോൾ ആ ടൈം അനുസരിച്ച് കൂടുതൽ പറയാനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് വെച്ചു. ഓടിപ്പോയി നമ്പേഴ്സ് എടുക്കുക. ആദ്യം, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ ആ കിട്ടുന്ന മുറയ്ക്കനുസരിച്ച് അവർക്ക് സംസാരിക്കാം. ആദ്യം ഉഴപ്പി നിന്ന ആളാണ് സിബിൻ. സിബിന്റെ പ്ലാൻ വേറെ ആയിരുന്നു, പക്ഷെ അതിവിടെ പൊളിഞ്ഞു. പൂജ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സിബിനെ പവർ ടീമിലേക്ക് എടുത്തു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സിബിന്റെ ടീം എന്ന് പറയുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് നെസ്റ്റ് ആയിരുന്നു. അപ്പം നെസ്റ്റിൽ ജാസ്മിനെ കൊണ്ടുവന്നത് തന്നെ അവിടെ ഒരു ഗെയിം പ്ലാൻ ഇട്ടാണ്. പക്ഷേ ഇപ്പോൾ നെസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ജാസ്മിൻ ലീഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്, സിബിൻ അവിടെ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. നിലവിൽ എന്തായാലും പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ആള് സിബിനാണ്.